അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 8, 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറെ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ചതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനുത്ത പ്രദേശത്തേക്ക് പോയി. സുവിശേഷ വിചിന്തനം. ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. മനുഷ്യഹൃദയങ്ങളെ അറിയുന്നവനാണ് യേശു. എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി മാത്രം എത്തിയവരുടെ ദാരിദ്ര്യത്തിലും വിശപ്പിലും യേശു അനുകമ്പയുള്ളവനാകുന്നു. വിശ്വസിക്കുന്നവരോട് പ്രത്യേകം സ്നേഹവാനായിരുന്ന യേശു പാപികളോടും നന്ദിഹീനരോടും കാരുണ്യം കാണിച്ചു. രക്ഷ നേടാനുള്ള ആദ്യപടി നമ്മുടെ നിസ്സഹായ അവസ്ഥ യേശുവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുക എന്നതാണ്. പിന്നെ ദൈവം തന്നെ ദാനങ്ങളായ ജീവൻ, ആരോഗ്യം, ശക്തി, ബുദ്ധി, അവസരങ്ങൾ തുടങ്ങിയവ ഉപയോഗിക്കുക. തുടർന്ന് ദൈവാനുഗ്രഹത്തിനായി എളിമയോടെ കാത്തിരിക്കണം. ആവശ്യക്കാരനെ ഉപേക്ഷിക്കുകയോ കാണാത്ത ഭാവം നടിക്കുകയോ ചെയ്യുന്നവനല്ല നമ്മുടെ ദൈവം. 3 ദിവസമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നവനാണ് അവനെന്നും അവരുടെ ആവശ്യം നിവൃത്തിയാക്കാൻ താൻ സന്നദ്ധനാണെന്നും അപ്പം വർദ്ധിപ്പിക്കുന്നതിലൂടെ യേശു നമ്മോട് ചൂണ്ടിക്കാട്ടുന്നു. എന്നും അവനോടൊപ്പം ആയിരിക്കാനും വചനം ശ്രവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അനുകമ്പയുള്ളവനായി ദൈവം നമ്മെ അനുഗ്രഹിക്കും.